എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്തൊക്കെ സ്ട്രെസ്ഡ് ആവാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒന്ന് മാനേജ് ചെയ്യണം? ദൈവത്തിന് നന്ദി പറഞ്ഞോട്ട് താങ്ക്സ് ഗിവിങ് ആ മെഡിറ്റേഷൻ വരുന്നത് അതാണ്. അറ്റൻഷൻ സ്പാനിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാണായാമം എന്ന് പറയുന്നത് തേർഡ് ഐ ബ്രീത്തിങ് ആണ്. നമ്മൾ ഈ ശിവന്റെ മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ആ നെറ്റിയില് നമ്മൾ അതിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് എന്ന സങ്കല്പത്തിൽ ഡീപ് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം മെഡിറ്റേഷനെ കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ 5 മിനിറ്റ് കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനത്തിലിരുന്ന് ഒരു പ്രോപ്പർ പ്ലേസിൽ ഇരിക്കണം എന്നില്ല. എവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു അത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. എക്സാം പ്രിപ്പയർ ചെയ്ത് ആകെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മീറ്റ് ആ യോഗ ഇൻസ്ട്രക്ടർ സുജിഷ മാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഫോക്കസും അറ്റൻഷനും ഒക്കെ എങ്ങനെ കൂട്ടണം, മെമ്മറി എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് മാമിനോട് ചോദിച്ചറിഞ്ഞാലോ? മാം, ആസ്പിറൻസ് പൊതുവെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമോ? ഓക്കെ, സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയിൽ പല മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ പ്രാണായാമങ്ങളും സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അനുലോമ വിലോമ പ്രാണായാമമാണ് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഹെൽപ്ഫുള്ളായിരിക്കുക. അതിപ്പോൾ അവർക്ക് സ്റ്റഡീസിൻ്റെ ഇടയിലായിട്ട് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ടൈമിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് സെഷനിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് എപ്പോഴാണോ ഒരു ടൈം കിട്ടുന്നത്, ഒരു 5 മിനിറ്റ്സ് എങ്കിലും അവർക്ക് മാറ്റിവെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആ പ്രാണായാമം അത് ചെയ്യാൻ പറ്റും. അത് അവർക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാവും. അവരുടെ എക്സാംസിലായാലും അല്ലെങ്കിൽ ഏത് സ്റ്റഡീസിൻ്റെ കാര്യത്തിലായാലും അവർക്ക് ബെറ്റർ പെർഫോമൻസ് നൽകാൻ അത് സഹായിക്കുന്ന ഒന്നാണ്. ഈ പ്രാണായാമം ഏത് സമയത്ത് ചെയ്താലായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുക? അതായത് ഇപ്പോൾ ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഏതൊരു സമയത്തായിരിക്കും അവർക്ക് പ്രിഫറബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മളെപ്പോഴും പ്രാണായാമം പറയുന്നത് ഏത് സമയത്തും ചെയ്യാം. ഇനി ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് നമുക്ക് ഏറ്റവും എണിച്ച ഉടനെ ചെയ്യുന്ന മോർണിംഗ് സെഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മോർണിംഗ് സെഷനാണ്. നമ്മൾ കാമായി എണീച്ച് വന്ന ഉടനെ ചെയ്യുന്നതാണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അവർക്കൊരു 5 മിനിറ്റ്സ് എങ്കിലും എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. അതെ, സ്ട്രെസ് മാനേജ് ചെയ്യാനും പറ്റും, മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. പ്രാണായാമം ചെയ്യുന്നതിലൂടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടിപ്പാണ്, ജസ്റ്റ് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് മാത്രമല്ല മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ടും പ്രാണായാമം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അറ്റൻഷൻ കൂട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് നമ്മുടെ ഫോക്കസ് കൂട്ടുക, സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടുക, അതിനു വേണ്ടി നമ്മുടെ ആസ്പിറൻസിന് ഷെയർ ചെയ്യാവോ കുറച്ച് ടിപ്സ്? ഓക്കെ, അറ്റൻഷൻ സ്പാനിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാണായാമം എന്ന് പറയുന്നത് തേർഡ് ഐ ബ്രീത്തിങ് ആണ്. തേർഡ് ഐ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാം കണ്ണെന്ന് പറയില്ലേ, ആ മൂന്നാം കണ്ണെന്ന് പറയുന്ന അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് തേർഡ് ഐ നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ഡീപ് ബ്രീത്തിങ്, അതിലൂടെ ശ്വാസം ഉള്ളിലേക്ക്, നമ്മൾ സാധാരണ മൂക്കിലൂടെയാണ് ഉള്ളിലേക്ക് എടുത്ത് പുറത്ത് വിടുന്നത്, പക്ഷേ ഇമാജിൻ ചെയ്യുന്നത് നമ്മൾ തേർഡ് ഐയിലൂടെ ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്ത് പോകുന്ന രീതിയിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു 2-3 മിനിറ്റ്സ് ഇരിക്കുന്നത്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മോർണിംഗ് സെഷനിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മോർണിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. മോർണിംഗ് സെഷൻ ചെയ്യാം, ഈവനിങ് സെഷൻ ചെയ്യാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ പവർ കൂട്ടും. കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്നത് മാത്രമല്ല, ഈ അറ്റൻഷൻ സ്പാൻ കൂട്ടാനും നമുക്കത് ഹെൽപ്പ് ചെയ്യുന്ന, വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റൻഷൻ ഫോക്കസും ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് യോഗ ആസനാസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടാവും? നമുക്ക് കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബാലൻസിങ് ആസനാസ് എല്ലാം കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വൃക്ഷാസന, ട്രീ പോസ് എന്ന് പറയും, വൃക്ഷാസന അല്ലെങ്കിൽ നടരാജാസന, പിന്നെ അതുപോലെ താടാസന, ഇങ്ങനത്തെ കോൺസെൻട്രേഷൻ കിട്ടുന്ന കുറച്ച് ആസനാസ് ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാണായാമത്തിൽ തന്നെ, പ്രാണായാമമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കോൺസെൻട്രേഷൻ ആയാലും മെമ്മറിക്കായാലും ഒക്കെ പ്രാണായാമവും ധ്യാനവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ചെയ്യുന്നതിൽ അപ്പുറം നമ്മൾ റെഗുലറായിട്ട് നമ്മളിത് സ്റ്റഡീസിൻ്റെ കൂടെ വളരെ കുറച്ച് സമയമാണ് നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പെർ ഡേ നമുക്കൊരു 10 മിനിറ്റ്സ് എങ്കിലും സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, പ്രാണായാമത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടിയിട്ടോ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതൊരു ബെറ്റർ റിസൾട്ട് നിങ്ങളുടെ ഇതിലുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്.
ധ്യാനത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയുമോ? കാരണം മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ആസ്പിരൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ മെഡിറ്റേഷൻ അതിൻ്റെ ഒരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ ആക്ച്വലി അവർക്കത് ഭയങ്കര ഉപയോഗപ്രദമാണ്. അവർക്ക് മാത്രമല്ല, ഡെയിലി ലൈഫിൽ അതിൻ്റെ ഭാഗമാക്കുന്നത് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണ്. അപ്പം മെഡിറ്റേഷനെ കുറിച്ച് കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ്റെ ഹയസ്റ്റ് ലെവലാണ്. അതായത് നമ്മൾ സാധാരണ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നതിലപ്പുറം ആ കോൺസെൻട്രേഷൻ അതിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കൂടുതൽ സമയം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏറ്റവും ബിഗിനേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻ നമുക്ക് ഓം മെഡിറ്റേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ തേർഡ് ഐ ബ്രീത്തിങ് എന്ന് പറഞ്ഞില്ല, അതൊരു തരം മെഡിറ്റേഷൻ്റെ ഒരു ഫസ്റ്റ് ലെവലാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തന്നെ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ താങ്ക്സ് ഗിവിങ് മെഡിറ്റേഷൻ ഉണ്ട്. അങ്ങനെ കുറേ തരം മെഡിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ബിഗിനേഴ്സിന് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ബെറ്റർ റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. റെഗുലർ പ്രാക്ടീസിലൂടെ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. കോൺസെൻട്രേഷൻ ആയാലും മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായാലും മനസ്സ് കാമാക്കി നിർത്തുക എന്നുള്ളതാണ്. മൈൻഡ് എപ്പോഴും കാമാക്കി നിർത്തിയിട്ട് ഒരു കാര്യത്തിലേക്ക്, ഏത് കാര്യത്തിലേക്കാണോ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് ആ ലക്ഷ്യം കാണുന്നത് വരെ നമുക്ക് അതിലേക്ക് ഫോക്കസ് നിർത്താൻ മെഡിറ്റേഷൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ആസ്പിറൻസിനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വരെ നമുക്കതിലേക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണല്ലോ. ഫുൾ ഓൺ നമ്മൾ സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്തോ അതേ ഇൻറ്റിമസിയോടുകൂടെ തന്നെ അല്ലെങ്കിൽ അതേ പവറോടുകൂടെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും നല്ല റിസൾട്ടോടുകൂടെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ധ്യാനം വളരെയധികം സഹായിക്കുന്നുണ്ട്. മാം, ഈ എക്സാം ഫേസ് ചെയ്യുന്ന അന്ന് ഇപ്പം നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്ഡ് ആവാറുണ്ട്. അപ്പം അതെങ്ങനെ ഒന്ന് മാനേജ് ചെയ്യണം, എന്നിട്ടൊന്ന് കാമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് ഒരു എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് പറയാമോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ടെൻഷൻ വരുന്ന സമയത്ത് ഷോർട്ട് ബ്രീത്ത് ആയിരിക്കും. പെട്ടെന്ന് ബ്രീത്ത് എടുത്ത് പുറത്ത് വിടുന്നൊരു രീതിയായിരിക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ റിലാക്സ് ആയിരിക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് എടുക്കുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. അത്രയും സ്ലോ ആയിരിക്കും, സ്റ്റഡി ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഏതൊരാൾക്ക് സ്ട്രെസ്സ് വന്നാൽ പോലും ഡീപ്പായിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നമുക്ക് കാമായ മാതിരി ഫീൽ ചെയ്യും. അതേപോലെയാണ് എക്സാമിന് മുമ്പ് എക്സാമിന് എഴുതാൻ പോയിരിക്കുന്നതിന് മുമ്പ് കണ്ണുകൾ അടച്ചുകൊണ്ട് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. അതേപോലെ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ പഠിച്ച ഇതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു താങ്ക്സ് ഗിവിങ്, ആ മെഡിറ്റേഷൻ വരുന്നത് അതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ 5 മിനിറ്റ് കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനത്തിലിരുന്ന് ഒരു പ്രോപ്പർ പ്ലേസിൽ ഇരിക്കണം എന്നില്ല. നമ്മൾ എവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നോ അത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇതുപോലെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്നൊരു റിലാക്സേഷന് കാരണമാകുന്നുണ്ട്. ആ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. അപ്പം അത് തന്നെ ചെയ്താൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുംഭകം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കുംഭകം എന്ന് പറയുന്നത് നമുക്ക് ഒരു 4, അതായത് 80:8 എന്നുള്ള രീതിയിൽ, അതായത് ഉള്ളിലേക്ക് ബ്രീത്ത് 8 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നു, 8 സെക്കൻഡ് കൊണ്ട് ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നു, 8 സെക്കൻഡ് കൊണ്ട് പുറത്ത് വിടുന്നു, പിന്നെ 8 സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുന്നു. അങ്ങനെ ഒരു സ്ക്വയർ പോലെ നമുക്ക് ആ ബ്രീത്തിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ടെൻഷൻ കുറയ്ക്കാനും നമുക്ക് ആ കുംഭകം സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതെല്ലാം പ്രാണായാമത്തിൻ്റെ, കുംഭകം എന്ന് പറയുന്നത് പ്രാണായാമത്തിൽ വരുന്നതാണ്. പ്രാണായാമത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഏത് തരം പ്രാണായാമമായാലും നമുക്ക് കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കാമാവാനും സഹായിക്കുന്നുണ്ട്. ധ്യാനവും അത് തന്നെയാണ്, കാമാവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് പ്രാക്ടീസ് ചെയ്താലും ഇതുപോലെ ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ മാം, അതുപോലെ തന്നെ മാം ഈ തേർഡ് ഐ മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം തേർഡ് ഐ മെഡിറ്റേഷൻ മാത്രമല്ലാതെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ലൈക്ക് തേർഡ് ഐയിൽ എന്ത് ചെയ്യും എന്നാണോ ചോദിക്കുന്നത്? എന്ത് ചെയ്യുന്നത് ഇപ്പൊ ആസ്പിറൻസിനെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യേണ്ടത് തേർഡ് ഐ പെർഫോമൻസ് എന്നുള്ളത് അല്ലേ? അതായത് തേർഡ് ഐ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ 3-ാം കണ്ണിലേക്ക്, അതായത് നമ്മൾ കുറിയൊക്കെ തൊടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ശിവന്റെ 3-ാം കണ്ണെന്ന് പറയുന്നത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ആ നെറ്റിയിൽ.
ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം അങ്ങനെ ഫസ്റ്റ് കിട്ടാത്തവർക്ക് പിരുകത്തിൻ്റെ സെൻറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ തൊട്ട് നമ്മൾ കറക്റ്റ് ഇവിടെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ ഒരു കണ്ണുണ്ട് എന്നുള്ളത് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അതിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് എന്ന സങ്കല്പത്തിൽ ഡീപ് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു മെഡിറ്റേഷൻ പോസിൽ, അതായത് ഒരു യോഗ പോസിൽ ഇരുന്നിട്ടാണോ നമ്മളിത് ചെയ്യുന്നത്? യോഗ പോസിൽ ഇരുന്നും ചെയ്യാം. ഏറ്റവും പ്രധാനം ഏത് ധ്യാനമായാലും പ്രാണായാമമായാലും നട്ടെല്ലാം നിവർന്നിരിക്കുക എന്നുള്ളതാണ് അതിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് പോസിൽ, ഇപ്പോൾ പത്മാസനമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിറ്റേറ്റീവ് പോസ് എന്ന് പറയുന്നത്. പത്മാസനം അല്ലെങ്കിൽ വജ്രാസനം അതിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ സ്കൂളിലിരുന്ന് ഇതാണെങ്കിലും വർക്കിംഗ് ആണെങ്കിലും എവിടെയാണോ നമ്മളിരിക്കുന്നത് അവിടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നട്ടെല്ലാം നിവർന്നുകൊണ്ട് കൈകൾ ചിന്മുദ്രയിലാണ്. ചിന്മുദ്ര എന്ന് പറയുന്നത് തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടി പിടിക്കുന്നതാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് കയ്യിലും മടിയിൽ റിലാക്സ് ആയിട്ട് വയ്ക്കുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റുന്നോ ഈ ഒരു പോസ്, അതായത് നമ്മൾ നട്ടെല്ലാം നിവർന്നിരിക്കണം എന്നാണ് അതിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സൗണ്ട് ഇല്ലാത്ത ഒരു, അതായത് അധിക ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലവും പ്രിഫർ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ. ഓക്കെ, താങ്ക് യു മാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് മാം നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും, ജസ്റ്റ് UPSC ആസ്പിറൻസിന് മാത്രമല്ല, പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അല്ലാത്ത ആളുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാം നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഇതുപോലുള്ള കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാമായിട്ടിരുന്ന് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം മെമ്മറിയും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത മാമിന് റിയലി താങ്ക് യു മാം. വെൽക്കം.